മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രാജ്യത്ത് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടാണ് തുംഗഭദ്ര. 2.45 കിലോമീറ്റർ നീളത്തിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 132 TMC ആണ് സംഭരണശേഷി. അടുത്തിടെ ഈ അണക്കെട്ട് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഗേറ്റുകളിലൊന്ന് പൊട്ടിപ്പോയപ്പോഴാണ്. അതുവഴി നിരവധി വെള്ളം താഴെ പുഴയിലേക്ക് ഒഴുക്കിവിടേണ്ടി വന്നു. ഇത് താഴ്ന്ന പ്രദേശങ്ങളിൽ എല്ലാം വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും ചെയ്തു. ഈ ഒരു ഗേറ്റ് പൊട്ടിവീണപ്പോൾ തന്നെ ഡാമിലേക്ക് അധിക സമ്മർദ്ദം വരാതിരിക്കുന്നതിന് വേണ്ടി ശേഷിക്കുന്ന 33 ഗേറ്റുകളും തുറന്നുവിടുകയാണ് ചെയ്തത്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ ഈ അപകടം മുല്ലപ്പെരിയാറിനുള്ള കേരളത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അത്ര തന്നെയുള്ള ഒരു ആശങ്കയ്ക്ക് തുംഗഭദ്രയിലേതായാലും സ്ഥാനമില്ല. ഏതായാലും തുംഗഭദ്രയിലെ ഈ അപകടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കർണാടകയിലെ കല്യാൺ കർണാടക മേഖലയെയും ആന്ധ്രാപ്രദേശിലെ റായലസീമയിലുടെയും പ്രധാന സ്രോതസ്സാണ്, കുടിവെള്ള സ്രോതസ്സാണ് ഈ തുംഗഭദ്ര പദ്ധതി എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ വൈദ്യുത ഉൽപ്പാദന രംഗത്ത് പ്രധാനമായും ആ മേഖല ആശ്രയിക്കുന്നത് തുംഗഭദ്ര പദ്ധതിയെയാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള നടപടികൾ അവിടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നുണ്ട്.